കള്ളു ഷാപ്പിൽ കിട്ടുന്ന മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്കും ഉണ്ടാക്കാം. അതിനുവേണ്ടി അയലയാണ് എടുത്തിരിക്കുന്നത്. അയല 1 കിലോ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ മൺചട്ടിയിലാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്. മീൻ കറി മൺചട്ടിയിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ആവശ്യമായ വെളിച്ചെണ്ണ നന്നായി ചൂടാൻ ശേഷം അല്പം ഉലുവ, 2 പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഒരു 6-7 അല്ലി ആഡ് ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യണം. 10 എണ്ണം ഇതുപോലെ കട്ട് ചെയ്ത്. ഏകദേശം ഒരു 6 മിനിറ്റ് വേണം നമുക്കിത് നന്നായി ഫ്രൈ ആക്കി വഴറ്റിയെടുക്കാൻ. നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണിത്, നാടൻ സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് കറക്റ്റായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്യണം. മുളക് പൊടി കാശ്മീരി മിക്സാണ്. അതും പച്ചമണം നന്നായി മാറുന്നിടം വരെ ഒരു 5 മിനിറ്റോളം നന്നായി ഇളക്കണം. കരിയാതെ നോക്കണം. എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ ഇടാം. മൺചട്ടി ആയതുകൊണ്ട് ചൂട് നന്നായി നിന്നോളും. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഫിഷ് മസാല, ഉലുവാപ്പൊടി, അല്പം കായം ഇവ കൂടി ചേർത്ത് 5 മിനിറ്റോളം നന്നായി ഇളക്കുക. അപ്പം നന്നായി പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് പേസ്റ്റാക്കി എടുക്കണം. എല്ലാവരും നേരത്തെ പേസ്റ്റാക്കിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിൽ നല്ലത് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി എടുക്കുക. നന്നായി ഇളക്കുക. വെള്ളം ഒന്ന് വറ്റി പേസ്റ്റ് നന്നായി കുറുകിയതിന് ശേഷം നമുക്കതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്യണം. 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. കറക്റ്റ് ആവശ്യത്തിനുള്ള ചാറ് തന്നെയാണ്. അത് നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഗ്രേവി നന്നായി തിളച്ചു. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കുടംപുളിയും ആഡ് ചെയ്യണം. കുടംപുളി കുതിർത്ത വെള്ളം നമുക്ക് അതിലേക്ക് തന്നെ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഗ്രേവി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ ആഡ് ചെയ്യണം. മീൻ ഓരോന്നായിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി നമുക്കിത് ഇളക്കാൻ പാടില്ല. സ്പൂൺ ഉപയോഗിച്ച് ഇനി നമുക്കിത് 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞു. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായി. ചാറിനിയും വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. ഇത് കറക്റ്റ് ഗ്രേവിയാണ്. ഇനി നമുക്കിത് കടുക് വറക്കണം. വെളിച്ചെണ്ണ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം. കടുക് വറുത്തതിന് ശേഷം 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കുക. അതിനുശേഷം മാത്രമേ ഇളക്കാവൂ. അപ്പോൾ കടുകിൻ്റെയൊക്കെ യഥാർത്ഥ ഫ്ലേവർ നമുക്ക് മീൻകറി കിട്ടും. അപ്പോൾ നമ്മുടെ മനോഹരമായ
നാടൻ ഷാപ്പ് മീൻകറി അയലക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യണം.